സുഹൃത്തുക്കളെ, ഏവർക്ക് ശുഭദിനം. ഞാനിപ്പോൾ ഉള്ളത് ഉണ്ടാവാലി കേവിൽ പോകുന്ന വഴിയിലാണ്. ഇന്ന് രാവിലെ 7 മണിക്കാണ് യാത്ര തുടങ്ങിയത്. അത് സാധാരണ 5:30-6 ടൈമിലാണല്ലോ യാത്ര തുടങ്ങാറ്. ഇന്ന് 7 മണിക്ക് തുടങ്ങാൻ കാരണം ഇവിടെ ഉണ്ടാവാലി കേവിലേക്കുള്ള എൻട്രൻസ് ടൈം 9 മണിയാണ്. കറക്റ്റ് 9:05 ആകുമ്പോഴത്തേക്ക് ഞാനിവിടെ എത്തി. ആദ്യത്തെ വ്യക്തി ഞാനാണ് ഇന്ന് ഇവിടെ കയറിയത്. ഇവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ട്, 25 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ക്യാമറയ്ക്ക് 25 രൂപ വേണമെന്നൊക്കെ പുറത്ത് ബോർഡ് കണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വിജയവാഡയ്ക്ക് നിന്ന് ഹൈക്കോർട്ട് റൂട്ടിൽ ഏകദേശം 10 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. നോർമലി ബസ് സർവീസ് ധാരാളം ഉണ്ട്, ഞാനിപ്പോൾ കണ്ടായിരുന്നു. ഈ ഒരു കേവ് AD 450-നും 650 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചതായി ആണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് കേവിലേക്ക് പോകാം. ഞാൻ രാവിലെ വരുമ്പം തന്നെ നല്ലൊരു മഴേൻ്റെ ലക്ഷണമൊക്കെ കണ്ടില്ലായിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്തിട്ടില്ല. ഇന്നലെ രാത്രിയും പെയ്തിട്ടില്ല. ഇതാണ് കേവ് ഉണ്ടാവാൽ. ഇത് നമ്മുടെ ലിസ്റ്റിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. വരുന്ന വഴിക്കന്നെ ഇതാണ് നമ്മുടെ, അതായത് നമ്മുടെ ചെന്നൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു മെയിൻ സ്പോട്ടായിട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു സ്ഥലം ഇതായിരുന്നു. ഒരു പാറക്കെട്ടിൽ ഒറ്റ സ്ട്രക്ചറിൽ പെടുന്നൊരു കേവാണ്. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രം കൂടിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതാണ് കേവിൻ്റെ ഉൾവശം. ജൈൻ മതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ഒരു കേന്ദ്രം കൂടിയാണ് ഈ ഒരു കേവ്. ഇനി നമുക്ക് മെല്ലെ മുകളിലേക്ക് കയറാം. മനോഹരമായൊരു മലയുടെ അടിവാരത്താണ് ഈ ഒരു കേവ് ഉള്ളത്. വർഷങ്ങളോളം പഴക്കമുള്ള ഒരു മലനിര. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കെത്തി. മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. മനോഹരമായൊരു ഗ്രാമമാണിത്. വിജയവാഡയ്ക്ക് ഇപ്പുറമായിട്ടുള്ള ഒരു ഗ്രാമം. ഒരു സൈഡ് മനോഹരമായി ഒഴുകുന്ന കൃഷ്ണ റിവർ ഉണ്ട്. കൃഷ്ണ റിവറിൻ്റെ കരയിൽ തന്നെയാണ് ഈ ഒരു കേവ് ഉള്ളത്, കുറച്ച് ദൂരം വിട്ടിട്ട്.
മറ്റൊരു കാഴ്ച കണ്ടോ, ഇതിൻ്റെ ഇടയിലൊരു ചെറിയൊരു വെള്ളമുള്ള സ്ഥലം, അതിൻ്റെ അകത്ത് വാൽമാക്രി ഉണ്ട് കേട്ടോ, കുറേ വാൽമാക്രികളുണ്ട്. ഇങ്ങനെ നടക്കുക. ഇപ്പോൾ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ താഴെ 2-3 ആൾക്കാരുടെ സംഭാഷണം ഇപ്പം കേട്ടണമായിരുന്നു. ശരിക്കും ഒരു ഒറ്റ ഒരു സ്ട്രക്ചറിൽ വരുന്നൊരു കേവാണ്, ചെറിയൊരു കേവാണ്, പക്ഷേ കാണാനുണ്ട്. പിന്നെ ഹിസ്റ്ററി വളരെ വലുതാണ് ഇവിടെ. എനിക്ക് മറ്റൊരു സംശയമുണ്ട് സുഹൃത്തുക്കളെ, ചില വർക്കുകൾ ഇവരിപ്പം എക്സ്ട്രാ ചെയ്തതാണോ? അതെ, യെസ്, എനിക്കങ്ങനെ തോന്നുന്നു. കണ്ട, ഇതൊക്കെ ഇപ്പം സിമെൻറ്റ് ചെയ്ത പോലെയുണ്ട്. സംശയമാണ്, പക്ഷെ എങ്കിലും എനിക്കങ്ങനെ തോന്നുന്നു. കാരണം ഒരു നാച്ചുറലായിട്ടുള്ള ഒരിത് അല്ല. ഇതുണ്ട്, ഇതിപ്പോൾ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള കല്ല്, അതിൻ്റെ ഇടയിലൊരു പൂമ്പാറ്റയും. ഇപ്പോൾ ഒറിജിനലായിട്ടുള്ള കല്ലാണിത്. പക്ഷേ ഇവിടെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് സിമെൻറ്റിൽ, എക്സ്ട്രാ സിമെൻറ്റിൽ ചെയ്തൊരു വർക്കാണ് ഇത്. ഒരു പഴയ ഒരു തന്മേലല്ല ഉള്ളത്. ഗണപതി ഭഗവാനെ, ഇത് നമ്മുടെ ഞാൻ പറഞ്ഞ കുറച്ച് സുഹൃത്തുക്കളിതാ ഇവിടെ വന്നിട്ടുണ്ട്. കല്ലുകൊണ്ട് സെറ്റപ്പാക്കിയത്. ഇനി നമുക്ക് മെല്ലെ ഒന്ന് മുകളിലേക്കൊരു വഴിയുണ്ട്. അപ്പം മുകളിലോട്ടേക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് നമുക്കായി കാത്തു നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇത് 3 തട്ടാണ് കേട്ടോ, 3 അല്ല. എന്താ, ഇവിടെയും സ്റ്റെപ്പ് കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് എഴുതി വച്ചിട്ടുണ്ട് പഴയ കാലത്തെ വർക്കുകൾ. നമ്മൾ നേരത്തെ കണ്ട 2ാമത്തെ തട്ടാണ്. ഇപ്പം നമ്മൾ 3ാമത്തെ തട്ട് കയറി. സുഹൃത്തുക്കളെ, മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നിലത്തും എന്തൊക്കെയോ ഉണ്ട്. എന്താണെന്ന് വലിയ ഐഡിയ ഇല്ല. കാണുന്നല്ലേ, കുറേ ഉണ്ട്. ഇതാണ് അനന്തപത്മനാഭ സ്വാമിയുടെ ഇതുള്ളത്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം.
നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് കയറാം. നല്ല കൃഷിയിടങ്ങളാണ് ചുറ്റും. വാഴയുണ്ട് കേട്ടോ. വാഴ കൃഷിയും നെല്ല് കൃഷിയാണുള്ളത്. 3 തട്ടിലുള്ള ഗുഹ. മുകളിൽ നല്ല നല്ല കാടാണ്, വലിയ കാടാണ് മുകളിൽ. നമ്മൾ കൂടെ വന്ന് ഈ ടീം ഒച്ചപ്പാടാണ്. ഞാൻ പരമാവധി ഒരു സൈഡിട്ട് പോയി നോക്കി, പക്ഷേ അവന്മാരെ നമ്മുടെ പുറകെ തന്നെ കയറുന്നു. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയാലും നേരത്തെ വലിയ ശബ്ദമായിരുന്നു. ഇതൊക്കെ 2 ചെറിയ ഗുഹകളാണ്. മുകളിലേക്ക് ഇപ്പോൾ അനുമതിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിനൊരു ഉദാഹരണം കണ്ട ഇഷ്ടിക. ഇത് ഇഷ്ടികയാണ്. ഇഷ്ടികയിൽ ഈ അടുത്ത കാലത്ത് കിട്ടിയതാണത്. കുറേ ഭാഗം ഇവർ എക്സ്ട്രാ വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. അവർ പഴയ ഇതിന് പുറമെ ഉണ്ടോ, ഇതൊക്കെ എക്സ്ട്രാ വന്നതാണ്. നമുക്കതിൻ്റെ ഇത് കണ്ട മനസ്സിലാവും. പണ്ട് കാലത്തൊന്നും ഇഷ്ടികേൻ്റെ കലാപരിപാടി ഇല്ലല്ലോ, എല്ലാം കല്ലിൽ തന്നെയുള്ള വർക്കുകൾ ആണല്ലോ. നമുക്ക് നല്ല താഴേക്ക് ഇറങ്ങാം. ഞാൻ താഴെ ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ തൊട്ട് താഴെ വശത്തായിട്ട്, അതായത് നമ്മളിപ്പോൾ കാണുന്ന കേവിൻ്റെ വലത്തോട്ടൊക്കെ ആയിട്ട് ചെറിയൊരു സ്റ്റെപ്പുണ്ട്. അതുവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു കേവിലും കൂടി നമുക്കെത്താം. അതൊരു ചെറിയൊരു കേവാണ്. അവിടെയും പാറകളിൽ കൊത്തിയെടുത്ത കുറേ വർക്കുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് ഉണ്ടാവാല കേവിനോട് വിട പറയാം. ഇനി വിജയവാഡ റൂട്ടിലേക്ക് ഇനി 2-3 നമുക്ക് സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട്. 1-2 കേവുകളുണ്ട്. നോക്കാം ഇനിയിപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പോകാൻ പറ്റുമോ എന്നുള്ളത്. പോയിട്ട് അത് മറ്റൊരു വീഡിയോയിൽ നമുക്കത് കാണാം. ഓക്കെ, അപ്പം ബൈ.